ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചുരിദാറിൻ്റെ ടോപ്പിൽ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്യുന്നത്. അതിനായിട്ട് ചുരിദാറിൻ്റെ ചെസ്റ്റ് പോർഷൻ വരുന്ന ഭാഗത്ത് നമ്മൾ ഒരു ചന്ദ്രക്കല ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് റൗണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഇനി ഈ റൗണ്ടുകളിൽ എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട് സൂചി നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് കുത്തിപ്പൊക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ നൂലിൻ്റെ അറ്റത്ത് പിടിച്ച് സൂചി 2 പ്രാവശ്യം ചുറ്റി കൊടുത്തിട്ട് നമ്മൾ കുത്തിപ്പൊക്കിയതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇറക്കി കൊടുക്കുകയാണ്. കണ്ടോ? അപ്പോൾ നമുക്കിതാ ഇതുപോലൊരു ഫ്രഞ്ച് നോട്ട് കിട്ടും. ഈ നോട്ട് തന്നെ നമ്മൾ ഈ റൗണ്ട് ചുറ്റും ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഒരേ ഷേപ്പിലുള്ള ഒരു അല്പം വലുതും ചെറുതുമായിട്ടുള്ള റൗണ്ടുകളാണ് കേട്ടോ വരച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ ഷേപ്പിൽ തന്നെ നമ്മൾ ഈ ഫ്രഞ്ച് നോട്ടുകൾ ഇങ്ങനെ ഫ്രഞ്ച് നോട്ടുകൾ കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒന്നുകൂടി പറയാം. ഈ സൂചി നമ്മൾ താഴേന്ന് മുകളിലേക്ക് പൊക്കി എടുത്തിട്ട് ഈ നൂലിൻ്റെ അറ്റം ഉണ്ടല്ലോ, ഈ നൂലിൻ്റെ അറ്റത്ത് പിടിച്ച് ഈ സൂചി ഇങ്ങനെ 2 പ്രാവശ്യം ചുറ്റി കൊടുക്കാം, സൂചിയിൽ നൂല്. എന്നിട്ട് അതിൻ്റെ നമ്മൾ കുത്തി പൊക്കിയതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇറക്കി കൊടുക്കാം. ഒരുപാട് അകത്തിയൊന്നും കൊടുക്കരുത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇറക്കി കൊടുക്കുമ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ളൊരു ഫ്രഞ്ച് നോട്ട് കിട്ടും. ഈ ഫ്രഞ്ച് നോട്ടുകൾ കൊണ്ടിട്ടാണ് നമ്മൾ ഈ റൗണ്ട് ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കുന്നത്. ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടുള്ള ഒത്തിരി വർക്കുകൾ നമ്മൾ മുന്നേയും ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ കസ്റ്റമേഴ്സിന് ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു ഡിസൈൻ. അത് തന്നെ നമുക്കവർ പിന്നെയും ഓർഡർ തരാറുള്ളതാണ്. ഇതുപോലെ ഇങ്ങനെ കുത്തി പൊക്കുക, അതൊന്ന് സൂചിയിൽ 2 പ്രാവശ്യം ചുറ്റി ആ പൊക്കിയതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇറക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഇതിപ്പോൾ നമ്മൾ ഈ ഫ്രഞ്ച് നോട്ട് കൊണ്ടിട്ടുള്ള ഫ്ലവർ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെയ്തല്ലോ. ഇനിയിപ്പോൾ ഈ ത്രെഡ് നമ്മൾ അഴിക്കാതെ തന്നെ അതിൻ്റെ അടുത്തൊരു കുറച്ച് റൗണ്ടുകൾ വിട്ടിട്ട് കുറച്ചകത്തി നമ്മൾ ഇതേ ത്രെഡ് തന്നെ വെച്ചിട്ട് അടുത്ത റൗണ്ടും ഫിനിഷ് ചെയ്ത് എടുക്കുകയാണ്. അങ്ങനെ ഈ ത്രെഡ് തീരുന്നത് വരെ നമ്മൾ സൂചിയിൽ കോർത്ത് ആ ത്രെഡ് തീരുന്നത് വരെ അവിടെയായിട്ട് കണ്ടോ ഇതുപോലെ പലയിടത്തായിട്ട് നമ്മൾ ചെയ്ത് വെച്ചു. അതിന് ശേഷം അടുത്ത ത്രെഡ് എടുത്ത് ചെയ്യുകയാണ്. ഇനി നേരത്തെ ചെയ്തതുപോലെ ഈ ത്രെഡ് കൊണ്ടിട്ട് നമ്മളിവിടെ ഫ്രഞ്ച് നോട്ട് കൊണ്ടുള്ള റൗണ്ട് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞ് ആ ത്രെഡ് തീരുന്നത് വരെ പല സ്ഥലത്തായിട്ട്, അടുപ്പിച്ചല്ല, അകത്തി പല സ്ഥലത്തായിട്ട് നമ്മൾ ആ ഫ്ലവർ ചെയ്ത് ആ കളറിലുള്ള ഫ്ലവർ ചെയ്ത് തീർക്കും. അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ഈ വർക്കിൽ നമ്മൾ ഒത്തിരി കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പല നിറത്തിലുള്ള എംബ്രോയ്ഡറി ത്രെഡ് യൂസ് ചെയ്തിട്ട് നല്ല തിക്കായിട്ട് ചെയ്യുമ്പോഴാണ് ഈ വർക്ക് കാണാൻ നല്ല ഭംഗിയായിട്ട് വരുന്നത്. അത് കാരണം കൊണ്ടിട്ട് തന്നെ ധാരാളം കളർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ഇതിനൊരു ഔട്ട്ലൈൻ പോലെ കണ്ടോ, ഒരു ഔട്ട്ലൈൻ പോലെ നമ്മൾ ഫ്രഞ്ച് നോട്ടിൻ്റെ ഓരോ ത്രെഡ് ഗ്യാപ്പ് വരുന്ന സ്ഥലങ്ങളിൽ എല്ലായിടത്തും നമ്മൾ വർക്ക് ചെയ്ത് വരുമ്പോൾ എല്ലായിടത്തും ഗ്യാപ്പ് ഉണ്ടാവില്ല. നമ്മൾ ഗ്യാപ്പ് വരുന്ന സ്ഥലങ്ങൾ നോക്കിയിട്ട് അവിടെ ഓരോ ഫ്രഞ്ച് നോട്ട് ഇങ്ങനെ ഇട്ട് ഒരു ഔട്ട്ലൈൻ പോലെയും കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ഗ്യാപ്പ് കാണുകയാണെങ്കിൽ അവിടെയും ഇതുപോലെ ഓരോ ഫ്രഞ്ച് നോട്ട് ഇട്ടിട്ട് നമുക്കത് ഫില്ല് ചെയ്ത് പോകാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ റൗണ്ട് ഷേപ്പല്ലേ കൊടുത്ത് വരുന്നത്. അപ്പോൾ എങ്ങനെയായാലും എവിടെയെങ്കിലും നമുക്ക് ഗ്യാപ്പ് വരും. അവിടെയെല്ലാം ഓരോ ഫ്രഞ്ച് നോട്ട് ഇട്ട് അത് തിക്കാക്കി കൊണ്ടുവരണം. അതാണ് അതിൻ്റെ തിക്കായിട്ട് വരുമ്പോഴാണ് അതിന് കൂടുതൽ ഭംഗി വരുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്രഞ്ച് നോട്ട് ചെയ്ത് റൗണ്ടേ കൊടുത്തിട്ടുള്ളൂ. റൗണ്ടിൻ്റെ ഉള്ളിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അവിടെ ഇതുപോലുള്ള ബീഡ്സാണ് വെച്ച് കൊടുക്കുന്നത്. സൂചി നൂലും വെച്ചിട്ട് ഈ ബീഡ്സ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തുന്നി കൊടുക്കാം. അതുപോലെ എല്ലാ ഫ്ലവറിൻ്റെ ഉള്ളിലും നമുക്ക് ഈ ബീഡ്സ് തുന്നി കൊടുക്കാം. ഇതിപ്പോൾ ബീഡ്സൊക്കെ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നമ്മൾ ലാസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാനായിട്ട് ഞാനൊരു യെല്ലോ കളർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ആ ത്രെഡ് വെച്ചിട്ട് ഗ്യാപ്പുള്ള സ്ഥലത്തെല്ലാം ഫ്രഞ്ച് നോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. മറ്റുള്ള ഫ്ലവേഴ്സ് എല്ലാം കൂടുതലായിട്ടും ഒരു റെഡിൻ്റെ ഷെയ്ഡ് വരുന്ന ത്രെഡുകളാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ അത് കാരണം കൊണ്ടിട്ട് തന്നെ ഒരു യെല്ലോ ഷെയ്ഡ് കൊണ്ടിട്ടുള്ള ഫ്രഞ്ച് നോട്ട് നമുക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നും. അവിടെയായിട്ട് ഇങ്ങനെ യെല്ലോ കളർ നിൽക്കുന്നത് കാണാനൊരു രസമായിരിക്കും. അത് കാരണം കൊണ്ടിട്ട് യെല്ലോ യൂസ് ചെയ്തത്. അങ്ങനെ യെല്ലോ വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടോ അതെല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല തിക്കായിട്ട് നിൽക്കാൻ. ഇതിങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ ചുരിദാർ തയ്ച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ തുണിയുടെ അടിഭാഗം കൊണ്ടിട്ട് ഇതുപോലെ ഒരു വർക്ക് ഉണ്ടായിരുന്നു. അത് നമ്മൾ സ്ലീവിലും വെച്ചിട്ടുണ്ട്, ഈ ടോപ്പിൻ്റെ അടിഭാഗത്തും വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അമ്മയ്ക്കും മകൾക്കും വേണ്ടിയിട്ടുള്ളൊരു ഡ്രസ്സായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്